ഇന്ത്യൻ ഗോർ, ഇന്ത്യൻ കാട്ടുപോത്ത് എന്ന് ചിലർ വിളിക്കാറുണ്ട്. ബോസ് ഗൗറസ് എന്നാണ് ശാസ്ത്രീയ നാമം. 1 ടണ്ണും 1.5 ടണ്ണുമൊക്കെയാണ് ഇവയുടെ ഭാരം. പ്രധാന വേട്ടക്കാർ കടുവകളാണ്. ഇതേ രീതിയിലുള്ള വേറൊരു ഇനത്തെ നമുക്ക് ആഫ്രിക്കയിൽ കാണാം. പക്ഷേ ആഫ്രിക്കയിലെ വൈൽഡ് ബീസ്റ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ ഗോർ ഒരു ത്രിബിൾ മസിൽമാനാണ്. ഇന്ത്യൻ ഗോറിനെ കാട്ടിലെ ഏറ്റവും ശക്തമായ മൃഗമെന്ന് വിലയിരുത്താറുണ്ട്. കാണുമ്പോൾ പൊതുവെ ശാന്തരാണെങ്കിലും അക്രമകാരികളായി കഴിഞ്ഞാൽ ഇവർ വലിയ വിധത്തിൽ അപകടകാരികളാണ്. കടുവയെ പോലും കൊല്ലാൻ പാകത്തിലാണ് ഇവർ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആഫ്രിക്കയിലെ സിംഹമെന്ന അഗ്രവേട്ടക്കാർക്കിടയിൽ ജീവിക്കുന്ന വൈൽഡ് ബീസ്റ്റ് ഇത്രയ്ക്കും വലിയ സൈസ് അല്ല. മാത്രമല്ല ഇത്രയും ശേഷിയുമില്ല. ഇന്ത്യൻ ഗോറിന്റെ സൈസ് അപാരമാണ് എന്ന് മാത്രമല്ല അപാരമായ മസിൽ പവറുമാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് അത് തിരിച്ചറിയാനാകും. ഇന്ത്യൻ ഗോറിന്റെ എണ്ണം ഗണ്യമായി ഒരു കാലഘട്ടത്തിൽ കുറഞ്ഞെങ്കിലും പിന്നീട് വേട്ടയാടൽ നിരോധനമൊക്കെ വന്നതിന് ശേഷം ഇവകൾ ക്രമമായി കാട്ടിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. കടുവയുടെ പ്രധാന ആഹാരമായ ഇന്ത്യൻ ഗോർ കാട്ടിൽ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യൻ ഗോർ കടുവയുടെ ഭക്ഷണമായി കൊണ്ട് മാത്രമല്ല വിത്ത് വിതരണത്തിനും സസ്യങ്ങളുടെ വളർച്ചയ്ക്കുമൊക്കെ സഹായമാകാറുണ്ട്. 1500ഓളം കിലോ ഭാരം വരുമെങ്കിലും ഒറ്റയ്ക്ക് കടുവ ഇതിനെ വേട്ടയാടും. അതുകൊണ്ടാണ് അപെക്സ് പ്രെഡേറ്ററിൽ ഏറ്റവും വലിയ ശക്തരാണ് കടുവകൾ എന്ന് പറയുന്നത്. മറുവശത്ത് സിംഹങ്ങൾ ഇതിലും കുറഞ്ഞ സൈസായ വൈൽഡ് ബീസ്റ്റിനെ ഒറ്റയ്ക്കല്ല കൂട്ടമായാണ് വേട്ടയാടുന്നത്.